നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. ഇത് ഒറ്റ പൈപ്പ് തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചെരുവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിൽ രണ്ട് സൈഡും നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് തന്നെ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നേരെ സെൻറ്റർ മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലേക്കുള്ള ചെരുവും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മട്ട ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് സൈഡൊക്കെ സാധാരണ 45 കട്ട് ചെയ്ത് ഇന്ന പോലെ ജോയിൻറ്റ് വെൽഡിങ് കുറവാണ്. അതുപോലെ കാണുമ്പോൾ സൈഡ് ഭാഗത്ത് അങ്ങനെ എൻഡൊന്നും കറക്റ്റ് റൗണ്ടായി കിട്ടുകയില്ല. അപ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബെൻഡാക്കുകയാണ്. ഈ കാണുന്ന സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെരുവ് മാർക്ക് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പോൾ ജോയിൻ്റ് ഗ്യാപ്പ് കാര്യങ്ങളൊന്നും വരില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 3.5 പൈപ്പാണ്. നമ്മളൊരു 5 അടി ഹൈറ്റാണ് ടാങ്കിൻ്റെ സ്റ്റാൻഡിന് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ലെങ്ത്തിൽ കിട്ടുന്ന രീതിയിലാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. 6 അടിയോ അത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മളൊരു മിനിമം ഒരു ഹൈറ്റാണ് കൊടുത്തത്. ഫുള്ള് നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വലിയ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡൊന്നും ഒടിച്ച് ഒരാളും കൂടെ ഉണ്ട്, അങ്ങനെ തന്നെ ഒടിച്ചെടുക്കുകയാണ്. കറക്റ്റ് നമ്മുടെ ഫ്രെയിമായി, അളവൊന്നും മാറാനില്ല. അപ്പോൾ ഈ സൈഡൊക്കെ കറക്റ്റ് നമുക്ക് കയറുമ്പോൾ ഒന്നും തട്ടാനോ മുറിയാനോ ഒന്നും സാധ്യതയില്ല. കറക്റ്റ് ലെവലായി. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ റൈറ്റ് ആംഗിൾ വെച്ച് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു രീതിയിലുള്ള ഔട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച അതേ സ്ക്വയർ വെച്ചിട്ട് തന്നെയാണ് ഇത് സൈഡും നമ്മൾ ലെവൽ ചെയ്യുന്നത്. ഇത് തിരിച്ചും മറിച്ചങ്ങ് വെച്ച് കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെരുവൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഏകദേശം ഒരു 210, 300, 310 റേഞ്ചിലും കണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അലുമിനിയത്തിൻ്റെ ഒരു സ്ക്വയറാണ്. സാധാരണ അധികം ആൾക്കാരുടെ അടുത്തും കാണുന്നത് തന്നെയാണ്. ടാങ്കിൻ്റെ സ്റ്റാൻഡുകളുടെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഇതിൽ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ചെരുവ് കട്ടിങ് ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് നമ്മൾ സാധാരണ ടാങ്ക് സ്റ്റാൻഡ് വരുന്നത് ടോപ്പുകളൊക്കെ പ്ലെയിനായിട്ട് അടുപ്പിച്ച് തന്നെ പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് ടോപ്പിൽ നമ്മൾ 18mm വി ബോർഡും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വി ബോർഡ് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ടാങ്കൊന്നും പൊട്ടിപ്പോകാൻ സാധ്യതയില്ല. അല്ലാതെ പൈപ്പ് മാത്രം വെച്ചിട്ട് വെക്കുമ്പോൾ ടാങ്ക് കാലക്രമേണ ചൂടൊക്കെ അടിക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ബോർഡും കൂടെ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ബോർഡൊക്കെ വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഷീറ്റൊക്കെ ഇഷ്ടംപോലെ പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതുകൊണ്ട് കഷ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഫുൾ ഷീറ്റ് വെക്കുന്നില്ല. ഇത് താഴേന്ന് 3 പീസായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലേക്ക് കയറ്റൽ വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് ഒരു ഭാഗം അതിൻ്റെ ചുറ്റും വരുന്ന ഒരു പൈപ്പ്, നമ്മൾ ടാങ്കൊക്കെ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വരുന്ന ഒരു പൈപ്പ് വരുന്നുണ്ട് ഒരു 3 അടി ഹൈറ്റിൽ. അത് വേറെ ലെവലിലും വേറെ കട്ട് ചെയ്തെടുത്തിട്ടും, അതുപോലെ കാല് വരുന്ന ഭാഗം വേറെ കട്ട് ചെയ്തിട്ടാണ് വേറെയും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറ്റുന്നത്. ഇപ്പോൾ ഫ്രെയിം നമ്മൾ ടാങ്കിൻ്റെ അളവ് കഴിച്ചിട്ട് 1/2 മീറ്റർ വീതി അധികം നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. അതുപോലെ സൈഡിലേക്കും ഒരു 30 സെൻറ്റിമീറ്റർ അധികം വെച്ചിട്ടുണ്ട്. എന്നാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഇതൊക്കെ ഒന്ന് അനക്കി വെക്കാനൊക്കെ പറ്റുള്ളൂ.
ഇപ്പം നമ്മൾ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ വരുന്ന പൈപ്പ് 3-1 വെക്കുന്നത്. 3-1 പൈപ്പും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിച്ച് തന്നെയാണ് കൊടുക്കുന്നത്, വലിയ ഗ്യാപ്പൊന്നും ഇടുന്നില്ല. അപ്പോൾ കൂടുതൽ ഗ്യാപ്പ് ഇടാതെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ വി ബോർഡും കൂടെ വെക്കുന്നുണ്ട്. പരമാവധി ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ അടുപ്പിച്ച് തന്നെയാണ് കൊടുക്കാറുള്ളത്. ചില കസ്റ്റമേഴ്സിന് ഗ്യാപ്പ് കൂടുതലിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വരുന്ന ഗ്യാപ്പിലേക്കൂടെ ടാങ്ക് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചൂടടിക്കുന്ന സമയത്ത് അതിലേക്കൂടെ ഇതായിട്ട് പൊട്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടോപ്പിൽ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. നമ്മളിത് പല കസ്റ്റമറുടെ അടുത്തും പറയാറുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രശ്നം, റേറ്റൊക്കെ കൂടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതിട്ട് കൊടുക്കാൻ ഉള്ള ഒരു പ്രശ്നം വരാറുണ്ട്. ശരിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. ടാങ്ക് കുറച്ചും കൂടെ ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ പഴയൊരു ടാങ്ക് തന്നെയാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വി ബോർഡിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് നമ്മൾ ഒരു 3 അടി ഹൈറ്റിൽ 1 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒടിച്ചെടുക്കാൻ വേണ്ടിയാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എളുപ്പമാണ്. അതിനായിട്ട് വേറൊരു പ്രത്യേകിച്ച് ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ വേണ്ട അളവ് മാർക്ക് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കുള്ള ചെരുവും കൂടെ എടുക്കുക. പിന്നെ ടോപ്പൊന്ന് ഇത് വെച്ചിട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഹൈറ്റ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3 അടിയൊക്കെ ഹൈറ്റ് ആകുമ്പോൾ ഏകദേശം നമ്മൾ ടാങ്ക് കവറാവും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കെയർ ചെയ്ത് ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ റിസ്ക്കാണ്. ടാങ്ക് കാലിയാകുമ്പോൾ സ്ലിപ്പായി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ ടാങ്ക് മൊത്തം നമ്മൾ നിലവിലുള്ള ലൈൻ കട്ട് ചെയ്തിട്ട് ടാങ്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഫ്രെയിം 1 ഇഞ്ചിൻ്റെ സെറ്റാക്കുന്നുണ്ട്. അത് നമ്മുടെ ടോപ്പിലേക്ക് വരുന്ന 3 അടി ഹൈറ്റിൽ വരുന്ന പൈപ്പാണ്. അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏണിയും വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോകളൊക്കെ ഇപ്പം ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് വർക്കൊക്കെ ആയിട്ട് തിരക്ക് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് വിചാരിച്ച പോലെ വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പലതും തിരക്കുള്ള വർക്കുകളാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ നമ്മൾ ഫ്രെയിം ആദ്യം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കാല് വെച്ച് കൊടുക്കുകയാണ്. 3 അടിയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഓരോരുത്തർക്കും അവർക്ക് ഈസി ആയിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്യാം. നമുക്കൊരു കുറച്ചും കൂടെ ഒരു എളുപ്പം എന്നുള്ളതും കുറച്ചും കൂടെ സേഫ്റ്റി എന്നുള്ള രീതിയിലുമാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് കടയിൽ നിന്നല്ല ചെയ്യുന്നത്, അവിടെ തന്നെ സൈറ്റിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോർച്ചിൽ വെച്ചിട്ട് കുറച്ച് ലെവലുള്ള സ്ഥലം അവിടെ ഇട്ടിട്ടാണ് ഇത് സെറ്റാക്കുന്നത്. ചെറിയ കാല് വരുന്നതൊക്കെ ഒന്ന് മട്ടം നോക്കിയിട്ട് ലെവലാക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. മട്ടോ സ്പീഡ് ലെവലോ എന്തെങ്കിലും വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ടോപ്പും കൂടെ എടുത്തങ്ങ് ഇട്ടാൽ മതി. നമ്മൾ ഇതുപോലെ ചെരുവട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലെ സൈഡ് ഗ്രൈൻഡിങ്, വെൽഡിങ് ഒക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട്. ഇത് ടോപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഹൈറ്റ് തന്നെയായി. നമ്മളതിന് ക്രോസ് സെൻറ്ററിൽ ഒരു 3/4 ഇഞ്ച് പൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, നല്ലൊരു സേഫ്റ്റി ആയിട്ട് തന്നെ നിൽക്കട്ടെ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ കൊടുത്തത്. കാരണം ഫുള്ള് സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരു പൈപ്പ് മാത്രം കൊടുക്കുമ്പോൾ അത്ര ബലം കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് തരുന്നവരുടെ ബഡ്ജറ്റും കൂടെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും എല്ലായിടത്തും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവരുടെ ബഡ്ജറ്റും കൂടെ നോക്കിയിട്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോപ്പ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കാലുകൂടെ സെറ്റാക്കണം. കാല് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കാലും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാലും കൂടെ വെച്ചിട്ട് ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക തന്നെ ചെയ്യുക. 3 പീസായിട്ട് മാത്രമേ നമുക്ക് മുകളിലേക്ക് ഇത് കയറ്റാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ റിസ്ക്കാണ്. കുറച്ച് ഓടൊക്കെ വരുന്നതിൻ്റെ ഇടയിലേക്കൂടെ കയറ്റണം, നല്ല ഹൈറ്റിലേക്ക് കയറ്റണം, കുറച്ച് റിസ്ക് തന്നെയാണ്. ഇപ്പോൾ 4 കാല് നമ്മളിതാ ഇവിടെ തന്നെ നിലത്ത് നേരെ തിരിച്ച് വെച്ചിട്ട് ഫ്രെയിം തിരിച്ച് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു സൈഡ് നേരെ സ്പിറ്റ് ലെവലും മറ്റേ സൈഡ് കാല് വലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ ചുറ്റും 1 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഒന്ന് മറിച്ച് വെച്ചിട്ട് ബാക്കി ഇതിന് കയറാനുള്ള ഏണി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതാണ് നല്ലത്. അഞ്ചടി ഹൈറ്റാണ് നമ്മൾ കൊടുത്തത്. 6 അടിയൊക്കെ കൂടുതലോ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ പരമാവധി ഇതിൽ ഒരു ലെങ്ത്ത് പൈപ്പിൽ കിട്ടുന്ന 4 എണ്ണം കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ചിട്ടുണ്ട്. അവിടെ 1 ഇഞ്ച് പൈപ്പ് കുത്തനെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ ഏണി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1 അടിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അതുപോലെ ഇതിൻ്റെ ചുറ്റും സപ്പോർട്ട് ബലം കിട്ടാൻ വേണ്ടി ചെരിച്ചിട്ട് പൈപ്പ് വേറെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിൽ 1-2 പൈപ്പുകൾ ബലം കിട്ടാൻ വേണ്ടി 3-1 വെച്ചതിൻ്റെ അടിയിലും കൂടെ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ കാണുന്ന ഗ്രില്ല് സ്റ്റീലിൻ്റെ ഗ്രില്ലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കുകൾ തന്നെയാണ്. ഇപ്പോൾ സൈഡിൽ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഇങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരമാവധി ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടാണ് കൊടുത്തത്. അതുപോലെ ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഗേറ്റും ഒക്കെ നമ്മൾ ചെയ്തത് തന്നെയാണ്. ഇവിടുത്തെ റൂഫിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് തന്നെയാണ്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ കാല് നമ്മൾ കട്ട് ചെയ്ത് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ സെറ്റാക്കുന്നത് നമ്മളതിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതിൻ്റെ സെൻറ്ററിൽ പീസ് കൊടുത്തിട്ടില്ലായിരുന്നു. അതും കൂടെ നമ്മൾ കൊടുത്തു. എല്ലാ ഭാഗത്തും കുത്തു കൊടുത്ത് അഴിച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള പൈപ്പ് ഇതുപോലെ 1.5 പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു ബലം കിട്ടാൻ സാധ്യതയുള്ളൂ. 1.5 സ്ക്വയറാണ് അതിന് കൊടുത്തത്. ഫുള്ള് സെറ്റാക്കി മാറ്റി വെച്ചു. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിതിന് ചെയ്യുന്നത് ഒരു അപ്പോക്സി പെയിൻറ്റ് ചെയ്യുന്നു. അതിന് ശേഷം ഒരു ഫുള്ള് ഫിറ്റിങ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രേ പെയിൻറ്റും കൂടെ അടിക്കുന്നുണ്ട്. അപ്പോക്സി ഫുൾ അടിച്ച് കഴിഞ്ഞു. ഇതാ 3 പീസായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇനി നേരെ മുകളിലേക്ക് കയറ്റണം. ഇതാ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. താഴേന്ന് വേണം ഇത് കയറ്റാൻ വേണ്ടി. കയറിൽ കെട്ടിയിട്ട് മുകളിലേക്ക് കയറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം കയറിന് കെട്ടിയിട്ട് നേരെ മുകളിലേക്ക് വലിച്ച് കയറ്റിയിട്ടുണ്ട്. നമ്മൾ കയറ്റുന്ന സമയത്ത് വീഡിയോ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കയറ്റിയത് സമയത്ത് പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സൈഡ് ബാക്കി വരുന്ന പീസൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ കാലെടുത്ത് വെച്ചു. അതിൻ്റെ മേലെ ടോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെ ലൈൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ ചെയ്യാനുണ്ട്. നേരെ ഒരു ടീ കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് അതിന് പൈപ്പ് ഇടുന്നത്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട്. ഇത് നമ്മളതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് ടാങ്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിലെ പൈപ്പ് 1 ഇഞ്ച് അടിയിൽ കൊടുത്തതൊന്ന് ഒഴിവാക്കി വെക്കണം.
ടാങ്ക് എടുക്കാൻ കുറച്ച് സീനാവാനാണ് സാധ്യത. ഇപ്പോൾ നമ്മളൊരു അപ്പോക്സിക്ക് പുറമെ ഗ്രേ കളർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ബോർഡ് 18 mm തിക്നെസ് ഉള്ള ബോർഡാണ്. അത് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളെ അടുത്തുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന ഷീറ്റാണ്. കട്ട് ചെയ്ത് കുറേശ്ശായിട്ട് അങ്ങ് ഇടുകയാണ് ചെയ്തത്. അപ്പം ഇത് കൊതയൊക്കെ കട്ട് ചെയ്ത് ഫുള്ള് ആ പീസ് തന്നെ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ ഷീറ്റ് നമുക്ക് 18 mm ഒക്കെ മുകളിൽ കയറ്റലും ഒരു സീനാണ്. ഷീറ്റ് ഇട്ടതിന് ഇടയ്ക്ക് കൂടെയൊക്കെ കയറ്റണം. അതുപോലെ പുറത്തേക്കൂടെയൊക്കെ കെട്ടി വലിച്ചൊക്കെ കയറ്റാൻ കുറച്ച് സീനാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി വേസ്റ്റുള്ള കഷ്ണം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേറെ കബോർഡ് വർക്കിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത പീസുകളാണ് അധികം ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല പൈപ്പ് ടാങ്ക് വെക്കുമ്പോൾ കുറച്ചുകൂടെ സേഫാണ്. നമ്മളിതിന് ഒരു നീല പെയിൻറ്റ് മൊത്തം അടിച്ചു കൊടുക്കുകയാണ്. മുമ്പ് ഓടിനടിക്കാൻ വേണ്ടി മേടിച്ച പെയിൻറ്റാണ്, അതങ്ങ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലംബിങ്ങിൻ്റെ ലൈനും കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. ഒരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി 1 ഇഞ്ച് നമ്മളവിടെ നിർത്തി 1.25 പിന്നെ കട്ട് ചെയ്ത് മാറ്റി ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഓവർഫ്ലോയിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനി ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മോട്ടറും കൂടെ ഒന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലീക്ക് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയാം. ഇപ്പോൾ നിലവിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ടാങ്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മളങ്ങനെ ടാങ്കിൻ്റെ ഫിറ്റിങ്സ് ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ടാങ്കിൻ്റെ സൈഡ് കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലീനാക്കി ആക്കുമ്പോൾ സേഫാണ്. നമുക്ക് ചുറ്റും നല്ലൊരു സേഫാണ്. കയറി നിൽക്കാനൊരു 1/2 മീറ്ററോളം ഗ്യാപ്പും കിട്ടുന്നുണ്ട്. കറക്റ്റ് ഒരു 1/2 മീറ്റർ നമുക്ക് കയറി നിൽക്കാനുള്ള ഗ്യാപ്പുണ്ട്. അടിഭാഗത്ത് ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് പിന്നീട് വെക്കാനുള്ളതാണ്. ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് കയറി നിന്ന് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പോലും ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.